നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ദൈവങ്ങളെ, ഏത് നേരവും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പിയിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം. പക്ഷെ ഇപ്പൊ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മക്കളും മരുമക്കളും എല്ലാം പല വഴിക്ക് പിരിഞ്ഞു പോകുന്നുള്ള പേടി എനിക്ക്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയില്ല ഞാൻ. ആരെ വിശ്വസിക്കണമെന്നോ ആരെ വിശ്വസിക്കാതിരിക്കണമെന്നോ എനിക്കറിയില്ല. എല്ലാത്തിൽ നിന്നും എനിക്കൊരു രക്ഷ ഉണ്ടാക്കി തരണേ ഭഗവാന്. ഈ കുടുംബത്തിലെ എല്ലാരും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ പഴയ പോലെ സന്തോഷിക്കുന്ന ഒരു കാലം ഉണ്ടാക്കി തരണേ ഭഗവാന്. നിധിക്ക് ഭസ്മം ഇട്ട് കൊടുക്കാൻ അമ്മ മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കാൻ പറ്റിയില്ല. ഉള്ളിൽ തട്ടിയ പലതും ഇപ്പോഴും മായാതെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോകുന്നത്. ഒന്നുമില്ലാന്ന് മുഖത്ത് നോക്കി അഭിനയിച്ചുകൊണ്ട് സ്നേഹം കാണിക്കാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു പച്ചയായ സ്ത്രീയാ, ഇത്രയൊക്കെ പറ്റൂ. അമ്മേ, ദൈവത്തിന്റെ പ്രസാദം ഒന്ന് നെറ്റിയിലിട്ട് തരാൻ പോലും ആകാത്തത്ര അകലത്തിലേക്ക് അമ്മ എന്നെ മാറ്റി നിർത്തിയല്ലേ. അത്രയ്ക്ക് വലിയ തെറ്റാണോ അമ്മ ഞാൻ ചെയ്തത്? തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനാവുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്. ഭസ്മം തൊടണമെന്നുള്ളവർക്ക് അതാവാം. അമ്മേ, നിധിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയാണ്. നിധി എന്താണെന്ന് ഒരുപക്ഷെ എന്നേക്കാളും അമ്മയ്ക്കറിയാം. ആ അമ്മ തന്നെ ഇവളോട് ഇങ്ങനെ പെരുമാറരുത്. പ്ലീസ് അമ്മേ, എനിക്കിട്ട് തന്നതുപോലെ തന്നെ അമ്മ തന്നെ നിധിക്കും ഭസ്മം ഇട്ട് കൊടുക്കണം. ഇല്ല, അത് നടക്കില്ല. എന്നെ കൊണ്ട് അതിന് കഴിയില്ല. നിക്ക്, അമ്മയെ നിനക്കറിയില്ലേ, ഹൈലി ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളിൽ നിന്നും ചെറിയൊരു അബദ്ധം പറ്റിയാൽ പോലും അമ്മയ്ക്കത് ക്ഷമിക്കാനാവില്ല. നീ വിഷമിക്കണ്ട. എത്രയും വേഗം അമ്മ നിന്നെ മനസ്സിലാക്കും. ഈ ദൈവങ്ങള് മനസ്സിലാക്കി കൊടുക്കും. ആഹാ, നീ വന്നോ? നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. വന്നിരുന്ന് കഴിക്കേ. എടാ, എനിക്ക് വെക്കണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാന്നേ. എന്തിനാ പിന്നെ ആകുന്ന? അമ്മ ഇങ്ങോട്ട് ഇരിക്കേ, ഇരുന്നേ. നിധി, നീ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിച്ചേക്കാം. വേണ്ട ഗൗതം, ഞാൻ വിളമ്പിത്തരാം. വേണ്ട, ആവശ്യമുള്ളതൊക്കെ എടുത്തു കഴിക്കാൻ എനിക്ക് കൈയുണ്ട്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തിനാ അമ്മ ഇങ്ങനെ പെരുമാറുന്നത്?
നിധി ഭക്ഷണം വിളമ്പി തന്നു കരുതി അമ്മയ്ക്ക് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇവളെ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കള്ളം പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ എനിക്ക് കുറച്ച് മടിയാണെന്ന് തന്നെ കൂട്ടിക്കും. അമ്മ ഈ പറഞ്ഞതിന്റെ അർത്ഥം ശിവാനി പറഞ്ഞത് മുഴുവനും അമ്മ കണ്ണു അടച്ച് വിശ്വസിക്കുന്നു എന്നല്ലേ? നോക്കമ്മേ, ആ ഗോൾഡിന്റെ കാര്യത്തില് നിധി അമ്മയെ പറ്റിക്കാനൊന്നും നോക്കിയതല്ല. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ നിധിക്ക് അമ്മയോട് പറയാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഓഹോ, അത്രേ ഉള്ളൂ അല്ലേ? കൊള്ളടാ മോനെ. എന്നോടോ നിന്നോടോ പറയാതെ ലോക്കറിന്റെ കീ എടുത്തോണ്ട് പോയി ലോക്കർ തുറന്ന് നെക്ലസ് എടുത്തോണ്ട് പോയത് നിനക്ക് തെറ്റായി തോന്നുന്നില്ല അല്ലേ? ആ സ്വർണം കൊണ്ടുപോയി പണയപ്പെടുത്തി നിഖിലിന് പണം കൊടുത്തതും അത് പറയാതിരുന്നതും തെറ്റായി പോയിന്ന് നിനക്ക് തോന്നുന്നില്ല അല്ലേ? നന്നായി. അതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നിന്നെ എന്തായാലും ഇത്രയൊക്കെ മാറ്റിയെടുക്കാൻ ഇവളെ കൊണ്ടായല്ലോ. കൊള്ളാട മോനെ. സത്യം പറയാലോ, നിന്റെ ഈ മാറ്റം കാണുമ്പോ എനിക്ക് സഹതാപാ തോന്നുന്നത്. നീ എന്താണ് ഇങ്ങനെയായി പോയത്? ഇങ്ങനൊരു കാര്യം അറിയുമ്പോ നീ ഇങ്ങനെ പ്രതികരിക്കുമെന്നല്ല ഞാൻ കരുതിയത്. എന്റെ പ്രതീക്ഷകൾ അപ്പാടെ നീ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ വിചാരിച്ചതേ നിധിക്കൊരു തെറ്റ് പറ്റിപ്പോയി അമ്മ ക്ഷമിക്കണമെന്ന് നീ പറയൂന്നായിരുന്നു. ഇവൾക്കോ നിനക്കോ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിട്ടില്ല, ഇല്ലല്ലോ? അമ്മേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. വേണ്ട ഗൗതം, ഇനി അമ്മയോടൊന്നും പറയാൻ പോണ്ട. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഏറ്റു പറയുന്നതിനോ ക്ഷമ ചോദിക്കുന്നതിനോ ഒരു മടിയുമില്ല. പ്രത്യേകിച്ച് ഈ അമ്മയുടെ മുൻപിലാണെങ്കിൽ ഞാൻ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കും. പക്ഷേ ചെയ്യാത്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചാ ചെയ്തത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നതിന് തുല്യമാവും. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് എന്നെ മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്തതിലൊരു നേരുണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടും. അതുവരെ ഗൗതം എന്നെ കുറിച്ചൊന്നും പറയാൻ പോകണ്ട.